രാജീവനയനേ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ. നമസ്കാരം. ഭാവഗായകൻ ജയചന്ദ്രൻ വിട പറഞ്ഞിരിക്കുന്നു. എക്കാലത്തും പാട്ടിൻ്റെ കളിത്തോഴനായിരുന്ന, സംഗീതത്തിൻ്റെ കളിത്തോഴനായിരുന്ന ജയചന്ദ്രൻ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എത്തിയ ധനുമാസ ചന്ദ്രികയുടെ സ്നിഗ്ധതയോലുന്ന ശബ്ദ സൗകുമാര്യത്തിൻ്റെ ഉടമയായിരുന്നു. മലയാളക്കരയുടെ ഭാവഗായകൻ എന്ന സിംഹാസനത്തിൽ മലയാളി എപ്പോഴും ഇരുത്തിയിരുന്ന ഒരേ ഒരു ഗായകൻ. യേശുദാസ് എന്ന മഹാമേരുവിൻ്റെ തണലിൽ അതിന് കീഴെ തൻ്റേതായ ഒരു പാത വെട്ടിത്തെളിച്ച് സ്വയം മുന്നേറിയ വ്യക്തിത്വമുള്ള ഗായകൻ, ധിക്കാരിയായ ഗായകൻ. അനാവശ്യമായ നിയന്ത്രണങ്ങളോ അനാവശ്യമായ ചിട്ടകളോ ജീവിതത്തിൽ വച്ചു പുലർത്താതിരുന്ന് ഉള്ളതുപോലെ എല്ലാവരോടും തുറന്നടിച്ച് പറയുന്ന ധിക്കാര പ്രകൃതിയായ ഗായകൻ. മലയാളത്തിൻ്റെ കരുത്തുറ്റ ശബ്ദം എന്ന് വിശേഷിപ്പിക്കാവുന്ന യേശുദാസിന് തൊട്ടുപുറകെ, യേശുദാസിനോളം ആ വീഥിയിൽ തൻ്റേതായ ഒരു ഇടം കണ്ടെത്തിയ മഹാഗായകൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇന്നലെ 7:30-ക്കാണ് ജയചന്ദ്രൻ മലയാളത്തിൻ്റെ സംഗീതാസ്വാദകരെ നിത്യ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞത്. യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം സംഗീതം പ്രാണവായു ആയിരുന്നു. സംഗീതം കഴിഞ്ഞിട്ട് യേശുദാസിന് മറ്റെന്തും ഉള്ളൂ. ഏതാണ്ട് ഇതേ ഒരു മട്ടുകാരനായിരുന്നു ജയചന്ദ്രൻ. എന്നാൽ യേശുദാസിനെ പോലെ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ ഒരു കാരണവശാലും ജയചന്ദ്രൻ മെനക്കെട്ടിട്ടില്ല എന്ന് പറയുന്നതാവും അദ്ദേഹത്തിൻ്റെ വാക്ക് കടം കൊണ്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശരിയായത്. രാജകുടുംബത്തിൻ്റെ പാരമ്പര്യമുണ്ടായിരുന്നിട്ടും പാലിയത്ത് കുടുംബത്തിൽ ജനിച്ചിട്ടും അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാൻ സാധിച്ചില്ല, അഥവാ അദ്ദേഹം അതിന് മെനക്കെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്നാൽ ശാസ്ത്രീയ സംഗീതത്തെ അധിഷ്ഠിതമാക്കി, ആസ്പദമാക്കി ദക്ഷിണാമൂർത്തിയും ദേവരാജൻ മാസ്റ്ററും പോലുള്ള വലിയ വലിയ സംഗീത സംവിധായകർ ഈണമേകിയ പാട്ടുകൾ ഒരു ശാസ്ത്രീയ സംഗീതകാരൻ്റെ മികവോടുകൂടി അദ്ദേഹം പലപ്പോഴും പാടി ഫലിപ്പിച്ചത് മലയാളിയെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, മലയാള സംഗീത ആസ്വാദകരെ ഞെട്ടിച്ചിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമിയെ പോലെ, ദേവരാജൻ മാസ്റ്ററെ പോലെ സംഗീതത്തിൽ അദ്വിതീയന്മാരായ ആളുകൾ ഈണം പകർന്ന ഗാനങ്ങൾ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ തനിമ ഒട്ടും ചോരാതെ തന്നെ വളരെ പരിചയ സമ്പന്നനായ ഒരു ശാസ്ത്രീയ സംഗീതകാരനെ പോലെ തന്നെയാണ് ജയചന്ദ്രൻ പാടി ഫലിപ്പിച്ചിരിക്കുന്നത്. രാഗം ശ്രീരാഗം, സ്വാതി തിരുനാളിൻ കാമിനി, ഇതുപോലെ നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്ന സ്ഥാനം എല്ലാ കാലത്തും മലയാളി പതിച്ചു നൽകിയത്, കൽപ്പിച്ചു നൽകിയത് ജയചന്ദ്രന് തന്നെയായിരുന്നു. ജയചന്ദ്രൻ്റെ ഏതു പാട്ടുകളാണ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ആലാപന സൗഭഗത്തെക്കുറിച്ച് പറയേണ്ടത് എന്നുള്ള ഒരു ആശങ്കയിലായിരിക്കും മലയാളി എപ്പോഴും. ആദ്യ ഗാനം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത് കളിത്തോഴൻ എന്ന ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നതാണ്. ദേവരാജൻ മാസ്റ്ററുടെ ഈണത്തിലായിരുന്നു. ദേവരാജൻ മാസ്റ്ററുടെ ഏറ്റവും വാത്സല്യമുള്ളൊരു ശിഷ്യൻ തന്നെയായിരുന്നു ജയചന്ദ്രൻ. ഒരുപക്ഷെ മലയാള ചലച്ചിത്ര വേദിയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ജയചന്ദ്രന് പാടാൻ കൊടുത്തിട്ടുള്ളതും ദേവരാജൻ മാസ്റ്റർ തന്നെയായിരുന്നു. ദേവരാജൻ മാസ്റ്ററുമായി ജയചന്ദ്രൻ ഉണ്ടായിരുന്ന ബന്ധവും അത് തന്നെയാണ്. ഗുരുശിഷ്യ ബന്ധത്തിനുപരി ദേവരാജൻ മാസ്റ്റർ തൻ്റെ പിതാവോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ ഒരു കാരണവരോ ഒക്കെ ആയിരുന്നു എന്നാണ് ജയചന്ദ്രൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളത്. മലയാള ഭാഷതൻ മാദക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു എന്ന മലയാള തനിമയുള്ള ഈണവും മലയാള തനിമയുള്ള വരികളും ഇത്ര ചാരുതയോടുകൂടി പാടി ഫലിപ്പിച്ച മറ്റൊരു ഗായകൻ വേറെയുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ സംശയമാണ്. ഇതുപോലെ എത്രയെത്ര ഗാനങ്ങൾ. ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ജയചന്ദ്രൻ്റെ ഗാനം മൂളാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ആദ്യ ഗാനം അദ്ദേഹം ചെയ്തത് കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിലും പുറത്തു വന്ന സിനിമ കളിത്തോഴനായിരുന്നു. പിന്നീട് ജയചന്ദ്രന് തൻ്റെ സംഗീത ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംഗീതഗാന ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുദാസിനെ പോലെ തന്നെ മലയാള ചലച്ചിത്ര വേദിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശബ്ദമായിരുന്നു, പ്രതിഭയായിരുന്നു ജയചന്ദ്രൻ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇന്നിപ്പോൾ മലയാളിയെയും മലയാള സംഗീത ആസ്വാദകരെയും കടുത്ത നിരാശയിലാഴ്ത്തിക്കൊണ്ട് ജയചന്ദ്രൻ വിട പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇനിയും നമ്മളെ കോരിത്തരിപ്പിച്ചു കൊണ്ടിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കലാകാരന്മാർ അനശ്വരന്മാർ തന്നെയാണ്. അവർക്കൊരിക്കലും മരണമില്ല,
ഭൗതികമായി അവർ നമ്മുടെ ലോകത്തു നിന്നും മറയുന്നു എന്നല്ലാതെ ജയചന്ദ്രൻ മലയാള ചലച്ചിത്ര സംഗീത വേദിക്ക് ഏകിയ ഗാനങ്ങൾ എന്നും നിത്യ തേജസ്സോടുകൂടി നിലനിൽക്കും. ജയചന്ദ്രനും അതിലൂടെ നിലനിൽക്കും. നിരവധി ആളുകളാണ് ജയചന്ദ്രൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം കടുത്ത അസുഖത്തെ തുടർന്ന് വിശ്രമ ജീവിതത്തിലായിരുന്നു. അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലും സന്ദർശനം നടത്താൻ പറ്റാത്ത അത്ര രീതിയിൽ, സന്ദർശകരെ അനുവദിക്കാത്ത രീതിയിലായിരുന്നു ജയചന്ദ്രൻ. നിരവധി അവസരങ്ങൾ ആ മഹാഗായകനോടൊപ്പം പങ്കുചേരാൻ പലപ്പോഴും അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും ഓർമ്മിക്കുന്നു. എറണാകുളത്തെ സംഗീത വേദികളിലെല്ലാം മിക്കവാറും ജയചന്ദ്രൻ എത്തുമ്പോൾ ഗുരു കാരണവന്മാരായ മറ്റു പല പ്രതിഭകളും ക്ഷണിക്കാറുണ്ട്. അദ്ദേഹത്തോടൊപ്പം പല വേദികളിലും അദ്ദേഹത്തോടൊപ്പം ഇരിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ധന്യസ്മരണയായി മനസ്സിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നു. ജയചന്ദ്രൻ എന്ന മഹാഗായകനെ വാഴ്ത്തുവാൻ പദങ്ങൾ കിട്ടുന്നില്ല. അഥവാ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികൾക്ക് അറിയാത്ത മറ്റൊന്നും തന്നെ പറയാൻ എനിക്കും അറിയില്ല. വ്യക്തിപരമായി മറ്റേതെങ്കിലും വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനോ ഓർമ്മിക്കാനോ സാധിക്കാത്ത അവസ്ഥ. മലയാളികൾക്ക് അറിയാത്ത മറ്റൊന്നും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല. എങ്കിലും എല്ലാ മലയാളികളുടേതും പോലെ തന്നെ മലയാളിക്ക് നഷ്ടമായത് ഒരു മധുര വസന്തം തന്നെയാണ്. ഗാനത്തിൻ്റെ ജയചന്ദ്രനെയാണ്. ജയചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഗാന അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം നമുക്ക് പകർന്നു തന്നത്. വിഷാദമായാലും അത് സന്തോഷമായാലും വിരഹമായാലും, എന്തിനേറെ പറയുന്നു, ഏത് തരം ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വഴങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മലയാള ചലച്ചിത്ര ആസ്വാദകരെ നിരാശയിലാഴ്ത്തിക്കൊണ്ട് വിട പറഞ്ഞ മഹാഗായകൻ ജയചന്ദ്രന് ആദരാഞ്ജലികൾ, സ്നേഹാദര പ്രണാമം. ക്രൈം ഓൺലൈൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി